കഴിച്ചാലും കൊതി തീരാത്ത നല്ല സൂപ്പറായിട്ടുള്ള പപ്പായ ഹൽവ ഉണ്ടാക്കിയാലോ? കപ്പളങ്ങ ഹൽവ. അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. പപ്പായ കഴിക്കില്ലാത്തവരെ പോലും പപ്പായയുടെ ഫാൻ ആക്കുന്ന സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്ത് ടേസ്റ്റാണെന്ന് അറിയോ പപ്പായ ഹൽവ? ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അതൊരു കുഴപ്പമാണോ? എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നേരെ പപ്പായ ഹൽവയിലേക്ക് പോകാം. എത്ര കഴിച്ചാലും മതി വരാത്ത സൂപ്പർ കപ്പളങ്ങ ഹലുവയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാ വലിയൊരു കപ്പളങ്ങയാണ് കേട്ടോ. ഏകദേശം ഒരു കിലോയുടെ അടുത്ത് വരും, അത്രയും വരും. നമുക്കപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തുമാത്രമുള്ള കപ്പളങ്ങയാണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ചെറിയ പീസാക്കി എടുത്താലാണ് നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 3 കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരച്ച് കഴിഞ്ഞപ്പോൾ 3 കപ്പ് പപ്പായയാണ് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ നല്ലതുപോലെ ഒന്ന് വറുത്ത് വരണം. അപ്പോൾ ഒത്തിരി കളർ മാറണ്ട, പക്ഷേ എന്നാലും കടിച്ച് നോക്കുമ്പോൾ നല്ല പോലെ മുറുക്കമുള്ളൊരു പാകം. അപ്പോൾ അത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് റവ എടുത്ത് മാറ്റാം. ഇനി പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയും നമുക്ക് ആവശ്യം വരും. ഇത് നമുക്ക് നട്ട്സും അതുപോലെ കിസ്മസും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നട്ട്സും കിസ്മസും നല്ലതുപോലെ വറുത്തെടുത്ത് നമുക്കതും മാറ്റി വയ്ക്കാം. ഈ നട്ട്സ് എല്ലാം വറുത്തെടുത്ത് അത് മാറ്റി വെച്ച ശേഷം അതിൻ്റെ ആ നെയ്യ് കളയണ്ട. നമുക്ക് അതിലേക്ക് തന്നെ പപ്പായ നല്ല ഗ്രേവി ആയിട്ടുള്ള പപ്പായ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പപ്പായയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളം വലിയണം. അപ്പോൾ കുറച്ച് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് തിളച്ച് വരുമ്പോഴാണ് ഇങ്ങനെ പൊട്ടി തെറിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ കപ്പളങ്ങ ഹലുവ നല്ലതുപോലെ ഇളക്കിയെടുക്കേണ്ട വരും കേട്ടോ. അപ്പോൾ അത്രയും ആരോഗ്യമുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ അതാ കുറച്ച് അതിൻ്റെ വെള്ളം എല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയില്ലേ, ആ റവ ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് ആ റവ അതിനകത്ത് വെന്ത് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ റവ ചേർക്കുന്നത്. അപ്പോൾ റവ ഇനി അതിൻ്റെ വെള്ളം എല്ലാം കുറച്ച് വലിച്ചെടുത്ത് നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇളക്കൽ തുടരാം കേട്ടോ. നല്ലതുപോലെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താലും മതി. റവ നല്ലതുപോലെ കുതിർന്ന് വന്നേക്കുന്നത് കണ്ടോ. അപ്പോൾ റവയെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പതിയെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. കുറവ് വേണ്ടവർക്ക് കുറച്ച് ചേർത്താൽ മതി. ഇനി ഈ പഞ്ചസാരയും നമുക്ക് അലിഞ്ഞു വരും. അപ്പോൾ അതിനു വേണ്ടി ഇളക്കിക്കൊണ്ടേയിരിക്കാം. പഞ്ചസാര അപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, എല്ലാം പഞ്ചസാരയും അതുപോലെ പപ്പായയും എല്ലാം അതിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പതിയെ ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മാത്രമാണ് അത് നല്ല സെറ്റായിട്ട് ഉരുണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി സൈഡെല്ലാം ഒന്നും കൂടെ ഒതുക്കി ഇളക്കി കൊടുക്കാം. പതിയെ കുറുകി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നട്ട്സും അതുപോലെ കിസ്മസും വറുത്ത് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് മുകളിൽ അലങ്കരിക്കാനായിട്ട് വയ്ക്കാം. ബാക്കി കുറച്ച് ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കൽ തുടരാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ഏലക്ക പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഏലക്ക 4 ഏലക്ക നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇളക്കൽ നമുക്ക് ഇനിയും തുടരാം കേട്ടോ. വെള്ളം ഇനിയും വറ്റാനുണ്ട്. ഒത്തിരി വെള്ളം വറ്റി ഇത് നമുക്ക് നല്ലൊരു ഉണ്ട പോലെ കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അപ്പോൾ വെള്ളം ഇനിയും വറ്റിയെടുക്കാനുണ്ട്. ഇനിയും നമുക്ക് നെയ്യ് ചേർക്കാം. ഞാൻ എന്താ ഇവിടെ ഇനിയും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികം നെയ്യ് വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ വിട്ടു പോരാനും നല്ല കുറുകി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലൊന്നും ആവാതെ നമുക്ക് നല്ലതുപോലെ ഇളക്കി എടുക്കാം.
ഇതപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പതിയെ പതിയെ പോന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ഇളക്കൽ നല്ലതുപോലെ വേണ്ടത് കേട്ടോ. സൈഡിലൊന്നും കട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാം. വിട്ട് വിട്ട് പോന്നു തുടങ്ങി. ഇനി പതിയെ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയിട്ടൊന്ന് ഉരുട്ടി നോക്കണം. ഉരുട്ടി നോക്കുമ്പോൾ ഉരുളുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കയ്യിൽ നിന്ന് വിട്ട് വിട്ട് പോരുന്നുണ്ടോ, ഉണ്ടയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കറക്റ്റ് പാകമായി കഴിഞ്ഞു. ഇനി ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെക്കുന്ന മൈക്രോവേവിൻ്റെ ഏതെങ്കിലും പാത്രങ്ങളോ ബൗളോ നമുക്ക് എടുക്കാം. അതിലേക്ക് നെയ്യ് നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പപ്പായ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നിരത്തി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ മുറിച്ചെടുക്കാൻ പറ്റും. നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂട് പോകുന്നതിന് മുമ്പ് നമുക്കിത് ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കിട്ടും. ഇനി വാഴയില ഇല്ലാത്തവർ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. പക്ഷേ വാഴയില ഉണ്ടെങ്കിൽ മമ്മിയാണ് പറഞ്ഞു തന്നെ, വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ചെയ്താൽ നല്ല നൈസായിട്ട് നല്ല മിനുസമായിട്ട് നമുക്ക് കിട്ടും. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഈ വാഴയില വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇതപ്പോൾ കണ്ടോളൂ കേട്ടോ, ആ ഹലുവയുടെ മുകൾ ഭാഗം നല്ല മിനുസായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അരികെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ വാഴയിൽ വെച്ച് പരത്തി കൊടുക്കാം കണ്ടോ, നല്ല മിനുസായിട്ടില്ലേ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസ് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ. അതുമാത്രമല്ല അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ കസ്കസ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നട്ട്സ് വെച്ച് നമുക്ക് അലങ്കരിച്ച് കൊടുക്കാം. നമ്മുടെ കപ്പളങ്ങ ഹലുവ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ കളർ നോക്കി എത്ര ടേസ്റ്റുവാണെന്ന് അറിയോ, എത്ര കഴിച്ചാലും മതി വരില്ല. അത് മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ് കപ്പളങ്ങ ഹലുവയാണ് എന്ന് പറയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ 3-4 കപ്പളങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഹലുവ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചാൽ മതി. അത് കേടുകൂടാതെ കുറേ നാളിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഒരു ലൈക്ക് അടിക്കാനും മടിക്കണ്ട. ഓഫ് കിട്ടു, എന്നോ ടേസ്റ്റാണെന്നറിയോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല സൂപ്പർ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.